ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് കാണുന്നത് ടു ബി ഹീറോ എക്സ് എന്ന അനിമയുടെ സീസൺ 1 എപ്പിസോഡ് 1. എപ്പിസോഡിലോട്ട് വന്നതിന് മുമ്പ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്തവണ്ണം ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ ഇതിനൊന്ന് ലൈക്ക് കൂടി ചെയ്യാം. ഈ സീരീസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് കുറേ അധികം ഹീറോസ് ഉണ്ട്. ഹീറോസൊക്കെ ഉണ്ടാവുന്നത് ഈ പീപ്പിൾസിൻ്റെ ട്രസ്റ്റ് കാരണമാണ്. അങ്ങനെ ആളുകൾ വിചാരിക്കുകയാണ് ഇവന് പറക്കാൻ പറ്റും, അങ്ങനെ അവന് പറക്കാനുള്ള പവേഴ്സ് കിട്ടും. അങ്ങനെ അതുപോലെയുള്ള ഹീറോയിൽപ്പെട്ട ഒരാളാണ് നൈസ്. ഇവനാണ് ഈ ലോകത്തിലുള്ള ഇപ്പോഴത്തെ ദ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഹീറോ. ആളുകൾ എന്ത് ചിന്തിക്കുന്നു അതായിരിക്കും ആ ഹീറോൻ്റെ പവേഴ്സും. ഇതൊരു ആടാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വോയിസിൽ പറയുന്നത് ഈ ലോകത്തിൽ ആർക്ക് വേണമെങ്കിലും ഹീറോസ് ആവാൻ വേണ്ടി പറ്റും. ഹീറോ എന്ന് വെച്ചാൽ ഒരു ഡാർക്ക്നെസ്സിലുള്ള ഒരു ചെറിയ റേ ഓഫ് ലൈറ്റാണ്. അതുപോലുള്ള ഒരു റേ ഓഫ് ലൈറ്റാണ് നമ്മുടെ സ്വന്തം നൈസും. ഈ സൂപ്പർ ഹീറോസൊക്കെ ഉണ്ടാവുന്നത് ഈ മനുഷ്യർ കാരണമാണ്, അതും മനുഷ്യർക്ക് വേണ്ടി തന്നെ എന്ന് ബാക്ക്ഗ്രൗണ്ട് വോയിസിൽ പറയാണ്. നിങ്ങളിപ്പോൾ ഉള്ള ലോകത്തിൽ നിങ്ങൾക്ക് ഒരു സൂപ്പർ ഹീറോനെ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ പറ്റും. അവർക്ക് പവേഴ്സ് കൊടുക്കാനും പറ്റും. നിങ്ങൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്കും ഒരു സൂപ്പർ ഹീറോ ആവാൻ പറ്റുമെന്ന് നമ്മുടെ സ്വന്തം ഹീറോ ആയിട്ടുള്ള ലിൻ. പക്ഷേ ഈ പരസ്യം ഇഷ്ടപ്പെടാത്ത നമ്മളെ കമ്പനി മാനേജർ പറയാണ്, നിന്നോട് പറഞ്ഞില്ലേ ഞാൻ നൈസിനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്, അല്ലാതെ മറ്റുള്ളവരെ ഒരു ഹീറോ ആക്കുകയല്ല വേണ്ടത്. നീ ആദ്യം നൈസ് എന്നതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്ന് പറയാണ്. പക്ഷേ ലിന്നാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. നമുക്ക് മറ്റുള്ളവരെ കൂടെ ഹീറോ ആക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ചോദിച്ച് ദേ ക്യാൻ ഓൾസോ ടു ബി ഹീറോ എക്സ് എന്നവൻ പറയാണ്. അങ്ങനെ അവൻ വേറൊരു കാര്യം പറയണേ, എന്നെ പോലെ തന്നെയുള്ള കുറേ പേർക്ക് ഇത് കാരണം ഒരു ഹീറോ ആവാൻ പറ്റുമല്ലോ എന്നൊക്കെ. അങ്ങനെ മാനേജർ ചോദിക്കുകയാണ്, നിനക്കൊരു കഴിവുണ്ടോടാ, നീ എന്തുവാടീ വിളിച്ച് പറയുന്നത് എന്നൊക്കെ ചോദിച്ചത് അവനോട് ദേഷ്യപ്പെടാണ്. എന്നാൽ ഇതൊക്കെ കേട്ട് വേണ്ടായിരുന്നു എന്ന പോലെ അവർ നിൽക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അയാൾക്ക് ഒരു കോൾ വരാണ്. അത് മിസ് ജെ, അതായത് നൈസിൻ്റെ ഒരു മാനേജറായിട്ട്, അതായത് അവൻ്റെ അസിസ്റ്റൻറ്റ് എന്നൊക്കെ പറയാം. ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അയാൾ അവനോട് പരസ്യം ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ അവൻ പരസ്യം ചെയ്തത് ഈ ആളുകളെല്ലാം ഹീറോസ് ആക്കുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ അയാൾക്ക് വന്ന കോൾ എന്താണെന്ന് വെച്ചാൽ ഈ പരസ്യം ആദ്യമേ അവൻ അയച്ചു കൊടുത്തിരുന്നു. അതിഷ്ടപ്പെടാത്ത മിസ്റ്റേ അയാളെ കുറേ ചീത്ത വിളിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കേട്ട് അയാൾക്കാകെ ദേഷ്യം പിടിച്ചിട്ട് അവനോട് നിന്നോട് ആരടാ അത് അയക്കാൻ പറഞ്ഞു ചോദിക്കണം. അപ്പോൾ അവൻ പറയാം, നിങ്ങളാണല്ലോ എന്നോട് അന്ന് അയക്കാൻ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അയാൾ പറയാണ്, യു ആർ ഫയർഡ്. അങ്ങനെ അവൻ നേരെ ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലേക്ക് വന്നിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂയിസൈഡ് ചെയ്യാണ്. ആ സമയത്ത് അവനൊരു പരസ്യമാണ്, അതായത് നൈസും അതുപോലെ തന്നെ മൂൺ എന്നൊരു വേറൊരു ഹീറോയിൻ്റെയും. മൂണ് ഇവനേറ്റവും ഫേവറേറ്റ് ഉള്ള ഒരു ഹീറോയിനാണ്. അതുപോലെ അവളെ ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് നൈസ് വരികയാണ്. അതായത് അവൻ ആദ്യമായിട്ടാണ് നൈസ് എന്ന ഹീറോയെ നേരിട്ട് കാണുന്നത്. അവൻ നേരെ കയറി വന്നു, അങ്ങ് നിലത്തേക്ക് ചാടാണ്. അവന് വന്നിട്ടുള്ളത് സൂയിസൈഡ് ചെയ്യാനായിരുന്നു. അങ്ങനെ നൈസ് അവിടെ വെച്ച് മരണപ്പെടുകയാണ്. അങ്ങനെ ആളുടെ പുറയോട് വന്നിരുന്ന മിസ് ജെയും അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സും വന്ന് നോക്കുന്ന സമയത്ത് നൈസിനെ അവിടെ കാണാനില്ല. അവൾ ലിന്നിനോട് ചോദിക്കുകയാണ്, നീ നൈസ് എവിടെ കണ്ടു? ആ സമയത്ത് അവൻ കൈ കൊണ്ട് ചൂണ്ടിക്കാൻ കാണിച്ചു കൊടുക്കുകയാണ് താഴത്ത് നിന്നുള്ളത്. അങ്ങനെ മിസ് ജെ അങ്ങോട്ടേക്ക് താഴത്തേക്ക് നോക്കുകയാണ്. ആ സമയത്ത് അവൾ അത് കാണാണ്. അങ്ങനെ അവരെല്ലാം ലിന്നാണ് അവനെ തട്ടിയിട്ടത്, അതായത് നൈസിനെ ഉന്തിയിട്ട് കൊല്ലാൻ ശ്രമിച്ചെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെ അവനെയും പിടിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ അവൾ നീ എണീച്ചോടാ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അവൻ ഓടിപ്പോകാൻ ശ്രമിച്ചപ്പോൾ അവനവിടെ പിടിച്ച് നിർത്തുകയാണ്. അങ്ങനെ ആ സമയത്ത് മിസ്റ്റേക്ക് ഒരു കോൾ വരികയാണ്. അങ്ങനെ അവൾ ആ കോൾ എടുക്കാൻ പോയി. അങ്ങനെ ആ കോളിൽ വന്നിരുന്നത് അവളുടെ ബോസ്സായിരുന്നു. അങ്ങനെ ആ സമയത്ത് ലിന്നാണെങ്കിൽ അവളുടെ അടുത്ത് നിന്ന് ഓടിപ്പോവാണ്. ആ സമയത്ത് ആ ഗാർഡ്സ് അവൻ്റെ പിന്നാലെ വീണ്ടും പോവാണ്. അങ്ങനെ അവളത് കണ്ട് നെർവസായി അവളെ കിട്ടിയ ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റ് എടുത്ത് അവൻ്റെ മേത്തേക്ക് എറിയാണ്. അതെറിഞ്ഞു അവൻ അവിടെ നിലത്തേക്ക് വീഴാണ്. അങ്ങനെ അവൾ ആ കോള് കട്ട് ചെയ്ത് നേരെ അവൻ്റെ അടുത്തേക്ക് വന്ന് നോക്കുകയാണ്. ആ സമയത്ത് അവൻ്റെ തലയിൽ ആ പെയിൻ്റ് ആയിരുന്നു. ആ പെയിൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അവനെ കാണുമ്പോൾ ആ നൈസ് എന്ന ഹീറോയിനെ പോലെ തോന്നുന്നുണ്ട്. ആ സമയത്ത് മിസ് ജെക്ക് ഒരു ഐഡിയ കിട്ടുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ടായിട്ട് പിന്നെ കാണുന്നത് നൈസിനാണ്, അല്ല ലിന്നിനാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചതിൻ്റെ ഒരാഴ്ചക്ക് ശേഷമുള്ളതാണ് കാണുന്നത്. അതും ആ നൈസ് എന്ന ഹീറോയുടെ ആ കാറിനുള്ളിലാണ്. അവിടെയാണ് ഇപ്പോൾ നമ്മുടെ ലിന്നും അതുപോലെ തന്നെ മിസ് ജെയും ഇരിക്കുന്നത്. അങ്ങനെ കാറിനുള്ളിൽ ഇരിക്കുന്ന മിസ് ജെയാനോട് പറയാണ്, ഇനി നീ ആയിരിക്കും നൈസ്, അതുകൊണ്ട് നീ എന്തുകൊണ്ടും അവളെ പോലെ ആക്ട് ചെയ്യണം. പുറത്ത് കുറേ പേര് നിന്നെയും കാത്തിരിക്കുന്നുണ്ടെന്ന് പറയാണ്. അപ്പോഴാണ് ഞാൻ കാറിന് ഗ്ലാസ്സിലോട്ട് നോക്കുന്ന സമയത്ത് കുറേ ഫാൻസ് അവിടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അതിലുള്ളൊരു ബോഡി ഗാർഡ് ആ
പറക്കുന്ന മറ്റേ സംഭവമൊക്കെ അവൻ ഇട്ട് കൊടുത്തിട്ട് അവിടുന്ന് ചവിട്ടി വീഴാണ്. അങ്ങനെ അവൻ നേരെ പോയി ആളുകളുടെ എല്ലാം ട്രസ്റ്റ് വാങ്ങാണ്. അങ്ങനെ അവന് നല്ലപോലെ തന്നെ സൂപ്പർ പവേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ്. സോ ആളുകളുടെ ട്രസ്റ്റ് എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ച് അവൻ്റെ പവേഴ്സും കൂടും. സോ അതിന് വേണ്ടി അവൻ കുറേ അവൻ പ്രാക്ടീസ് ചെയ്തതും അതുപോലെ തന്നെ അവൻ മേക്കപ്പ് ചെയ്തതും കാര്യങ്ങളൊക്കെ അവൻ ചിന്തിക്കുകയാണ്. അങ്ങനെ അവൻ വീണ്ടും ആ കാറിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് അവൻ അവൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ കാണുന്നത് മൂണിനാണ്. മൂണ് നൈസിനെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അതായത് ലിന്നിനെയും കാത്തിരിക്കുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ പുറത്ത് പോകാനായിട്ട് മടിയാണ്. ദേഷ്യപ്പെട്ട് മിസ്റ്റേക്ക് അവനെ ചവിട്ടിയിടുകയാണ്. അങ്ങനെ അവൻ പുറത്ത് വന്ന് നേരെ അവൾക്ക് കൈ കൊടുക്കുകയാണ്. ഫാൻസൊക്കെ ആകെ ആർത്ത് വിളിക്കുകയാണ്. അതുപോലെ അവളുടെ കൈയും കൂടി കൊടുക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ വെറും ഒരു ഷൂട്ടിംഗ് ആയിരുന്നു. സോ ഇപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അവരവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഇൻ്റർവ്യൂ സ്റ്റാർട്ടാവാണ്. അവിടേക്ക് ഒരാൾ വന്നിരിക്കുകയാണ്. ഒരു ആങ്കറാണ്. ഇവനറിയാം നൈസ് മരണപ്പെട്ട കാര്യം. സോ ഇവരെ എങ്ങനെയും ട്രാപ്പാക്കണം. അതുപോലെ തന്നെ നൈസ് മരിച്ച കാര്യം നാട്ടുകാരെയൊക്കെ അറിയിക്കണം എന്നുള്ളതിലേക്കാണ്. ഇവനാണ് സത്യം പറഞ്ഞാൽ ഈ എപ്പിസോഡിലെ മെയിൻ തോരപ്പൻ. പക്ഷേ മിസ് ജെ ആണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെടാണ്. കാരണം അവൾ ആദ്യം ഒരാളെ സെറ്റാക്കി വെച്ചായിരുന്നു, അതായത് ലിന്നിനെ പഠിപ്പിച്ച് വിട്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ കയറിയിരിക്കുന്ന ആങ്കറിനെ ഇവൾക്ക് അറിയുകൂടിയില്ല. അങ്ങനെ ഇവിടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം എന്തായാലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.